ഹലോ ഫ്രണ്ട്സ്, കുറച്ച് ലണ്ടൻ കാഴ്ചകളാണ് ഈ വീഡിയോയിലുള്ളത്. സൈറ്റ് സീയിങ്ങിനുള്ള ബസ്സാണ് ഈ കാണുന്നത്. സൈറ്റ് സീയിങ്ങിനുള്ള ബസ്സിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ലണ്ടനായി ഇവിടെ ദൂരെ കാണുന്നത് ഓപ്പൺ ടോപ്പായിട്ടുള്ള ബസ്സാണ്. വളരെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് നമുക്ക് ട്രാവൽ ചെയ്യാം. ലണ്ടൻ പോകുന്നുണ്ടെങ്കിൽ ഈ ബസ്സിൽ ടിക്കറ്റ് എടുക്കുന്നത് നമുക്ക് വളരെ ലാഭകരമാണ്. കാരണം എന്ന് വെച്ചാൽ 24 hours നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും കയറുകയും ഇറങ്ങുകയും ചെയ്യാം. മെയിനായിട്ടുള്ള അട്രാക്ഷൻസിൻ്റെ അവിടെയെല്ലാം ഈ ബസ്സിന് സ്റ്റോപ്പുണ്ട്. അങ്ങ് ദൂരെ നമുക്ക് ലണ്ടൻ്റെ മെയിൻ അട്രാക്ഷനായിട്ടുള്ള ടവർ ബ്രിഡ്ജ് കാണാൻ പറ്റുന്നുണ്ട്. തേംസ് നദിയാണിത്. തേംസ് നദിയിലൂടെയുള്ള ബോട്ട് യാത്രയ്ക്ക് ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഡിസംബർ മാസമായതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ്. എല്ലാവരും ജാക്കറ്റും ഹെയർ ക്യാപ്പും ഗ്ലൗസും ഇട്ടിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ടവർ ബ്രിഡ്ജിൻ്റെ അടുത്തെത്തി. ടവർ ബ്രിഡ്ജിന് നമുക്കറിയാം, കപ്പലിന് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടവർ ബ്രിഡ്ജ് രണ്ടായിട്ട് പൊങ്ങി രണ്ട് വശത്തേക്ക് മാറും. വളരെ ശക്തമായ ഹൈഡ്രോളിക് പവർ വെച്ചിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. നമുക്ക് ടവർ ബ്രിഡ്ജിനകത്ത് എൻട്രി ഉണ്ട്. അങ്ങനെ തേംസ് നദിയിലൂടെയുള്ള ബോട്ട് യാത്രയ്ക്ക് ഞങ്ങൾ ബോട്ടിൽ കയറി. ഗൈഡ് നമുക്ക് രണ്ട് വശങ്ങളിലുമുള്ള ചരിത്രപ്രസിദ്ധമായ ബിൽഡിങ്ങുകളെ പറ്റി നന്നായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. വളരെ മനോഹരമായ ഒരു യാത്രയാണ് ഈ തേംസ് നദിയിലൂടെയുള്ള ബോട്ട് യാത്ര എന്ന് പറയുന്നത്. That's actually the office of the Mayor of London. That's City Hall. That's where our Mayor, Sadiq Khan, meets with the Greater London Assembly. So London's most important decisions made in that weird little building. Tower Bridge now, the most photographed bridge in the entire world. Sorry, San Francisco, our bridge is better than yours. It is not as old as it looks. It looks old to blend in with the Tower of London on our left here, which I will tell you all about when we swivel around. ഇതാണ് പാർലമെൻറ്റ് സ്ക്വയർ. ഇതൊരു ഹോട്ടലാണ്. ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. ഇതാണ് ബിഗ് ബെൻ. ബിഗ് ബെൻ അണ്ടർ റിനോവേഷൻ ആയിരുന്നു. അതാണ് കവർ ചെയ്തിരിക്കുന്നത്. She is wearing her North Atlantic camouflage, but in front of us to the right there's a fairly magnificent warship. That is the HMS Belfast. She was our largest cruiser during World War II. She's 11,500 tons. Her career has been legendary. She fired some of the first shots at the D-Day landings. She sank Hitler's favourite battleship, the Scharnhorst. She was in the Russian convoys, the Arctic convoys. She fought in the Korean War, and apparently she... ഒട്ടും പ്രതീക്ഷിക്കാതെ ടവർ ബ്രിഡ്ജ് ഓപ്പൺ ആക്കുന്ന മനോഹര ദൃശ്യം നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റി. നമ്മുടെ ഭാഗ്യത്തിന് അന്നേരം അതൊരു കപ്പൽ അതുവഴി വന്നപ്പോഴാണ് രണ്ട് റോഡും അവർ ബ്ലോക്ക് ചെയ്തിട്ടാണ് ടവർ ബ്രിഡ്ജ് ഓപ്പൺ ആക്കിയത്. അങ്ങനെ ബോട്ടിങ് കഴിഞ്ഞു. അടുത്തത് ലണ്ടൻ ഐ ആണ്. ലണ്ടൻ ഐ എന്ന് പറയുന്നൊരു കൂറ്റൻ ജയൻ്റ് വീലാണ്. അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ലണ്ടൻ നഗരം മൊത്തമായിട്ട് കാണാൻ പറ്റും.
അങ്ങനെ ലണ്ടനിൽ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും ബസ്സിൽ കയറി അടുത്തതായിട്ട് ബക്കിംഗ്ഹാം പാലസിലേക്കാണ് പോകുന്നത്. അങ്ങനെ ബക്കിംഗ്ഹാം പാലസിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ബക്കിംഗ്ഹാം പാലസ്. നമുക്ക് അകത്തേക്ക് എൻട്രി ഇല്ല, പുറത്തു നിന്നുള്ള വ്യൂസേ കാണാൻ പറ്റത്തുള്ളൂ. ഫേമസ് ആയിട്ടുള്ള സെൻറ്റ് പോൾസ് കത്തീഡ്രലിനകത്ത് കയറാനുള്ള ടൈം കിട്ടിയില്ല. അത് ഞങ്ങൾക്ക് രാത്രിയായിരുന്നു. അതുകൊണ്ട് വെളിയിൽ നിന്നുള്ള വ്യൂസ് മാത്രമേ കിട്ടിയുള്ളൂ. ഇത് ടവർ ബ്രിഡ്ജിൻ്റെ നൈറ്റിലുള്ള വ്യൂ ആണ്. ലൈറ്റിംഗ് എല്ലാം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ടവർ ബ്രിഡ്ജ് വളരെ മനോഹരമായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്നതും സബ്സ്ക്രൈബ് ചെയ്യുന്നതും പരിഗണിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.